നമസ്കാരം. കുംഭമേള വൈറൽ പെൺകുട്ടി ഒളിച്ചോടിയെന്ന് ഭർത്താവായ ഫർമാൻ ഖാന്റെ വെളിപ്പെടുത്തൽ. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് തെളിഞ്ഞതോടെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇയാൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ അജ്മീറിലും പുഷ്കറിലുമാണ്. അവൾ ഓടിപ്പോയി. അവളെ കണ്ടെത്താൻ ഞാൻ ഇവിടെയുണ്ട്. അതിനാൽ സുഹൃത്തുക്കളെ, എനിക്ക് അജ്മീറിൽ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവളെ കണ്ടെത്താൻ ഞാൻ ജോധ്പൂരിലേക്ക് പോകുന്നു. ജോധ്പൂരിൽ ഒരു സ്റ്റോപ്പുണ്ട്. അതിനാൽ ആർക്കെങ്കിലും അങ്ങനെയൊന്ന് അറിയാമെങ്കിൽ ദയവായി എന്നെ സഹായിക്കൂ എന്നാണ് ഫർമാൻ ഖാൻ വീഡിയോയിൽ പറയുന്നത്. എന്നാൽ പെൺകുട്ടിയെ കാണാതായതിന് കാരണം ഫർമാൻ ഖാൻ തന്നെയാണെന്ന് അവളുടെ അമ്മ ആരോപിച്ചു. ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. കുട്ടിയെ ഇവർ തന്നെ എവിടെയോ ഒളിപ്പിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഫർമാൻ ഖാന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അമ്മ ലതാബായിക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടായി. അച്ഛൻ ജയ്സിംഗ് ഭോസാലെയും പരിഭ്രാന്തിയിലാണ്. ഇതോടെ മഹേശ്വർ നഗറിൽ വീണ്ടും ചർച്ചകൾ സജീവമായി. വിവാഹം ഒരു ഗൂഢാലോചനയാണെന്നും കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ പെൺകുട്ടി അപ്രത്യക്ഷയാകേണ്ടി വരുമെന്നും ഊഹാപോഹങ്ങൾ ഇതിനകം തന്നെ പ്രചരിച്ചിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. ഒരേ ഒരു തവണ മാത്രമേ തങ്ങൾക്ക് സംസാരിക്കാനായിരുന്നുള്ളൂ എന്നും അത് തന്നെ 20 ദിവസങ്ങൾക്ക് മുൻപാണെന്നും വീട്ടുകാർ പറയുന്നു. പെൺകുട്ടിയുടെ കുറച്ചുനേരം സംസാരിക്കാൻ അനുവദിച്ചെന്നും പിന്നീട് മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും ദേശീയ പട്ടികവർഗ കമ്മീഷന്റെയും ഇടപെടലിനെ തുടർന്ന് മധ്യപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ യഥാർത്ഥ ജനന തീയതി വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഫർമാനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അതേസമയം അരുമാനൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ഈ വിവാഹം കേവലം ഒരു പോക്സോ കേസിൽ മാത്രം ഒതുങ്ങില്ലെന്നും വ്യക്തമാകുകയാണ്. വിവാഹത്തിന് മുന്നോടിയായി മുസ്ലിം യുവാവായ ഫർമാൻ ഖാനും സുഹൃത്തും മതാചാരങ്ങൾ മറച്ചുവെച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയെന്നും വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അതീവ സുരക്ഷയുള്ള ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്കുണ്ടെന്നിരിക്കെ നിയമങ്ങൾ കാറ്റിൽ പറത്തി നടന്ന സന്ദർശനം വലിയ വിവാദങ്ങൾക്കും തിരികൊളുത്തിരിക്കുകയാണ്. മാർച്ചിലെ ആദ്യ ശനിയാഴ്ചയാണ് വിവാദമായ ക്ഷേത്ര ദർശനം നടന്നതെന്നാണ് സൂചനകൾ. മുസ്ലിം കാമുകനായ സുഹൃത്തും മതപരമായ കാര്യങ്ങൾ മറച്ചുവെച്ചാണ് ക്ഷേത്രത്തിനുള്ളിൽ കടന്നത്. അതീവ പവിത്രമായ ക്ഷേത്രാചാരങ്ങളെ ലംഘിക്കാൻ ഇവർക്ക് ഒത്താശ ചെയ്തത് നെയ്യാറ്റിൻകര സ്വദേശിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയും ഭർത്താവുമാണെന്ന ആരോപണവും ശക്തമാണ്. ഇവർക്കെതിരെയും അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരലംഘനം വിശ്വാസികൾക്കിടയിലും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ മതവിശ്വാസം മറച്ചുവെച്ച് ഇവർ എങ്ങനെ പ്രവേശിച്ചു എന്നതിൽ ക്ഷേത്ര ഭരണസമിതിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പങ്കും ക്ഷേത്രം സുരക്ഷാ ജീവനക്കാരുടെ വീഴ്ചയും ഗൗരവമായി തന്നെയാണ് കാണുന്നത്. CCTVയും പരിശോധിക്കും. ഇവർ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വിശദ അന്വേഷണം നടത്തും. നടപടികളും വരും. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെയാണ് ഇത് രാഷ്ട്രീയപരമായും ഏറെ ചർച്ചയായത്. പെൺകുട്ടി സമർപ്പിച്ച ജനന സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും മധ്യപ്രദേശിലെ സർക്കാർ ആശുപത്രി രേഖകളിൽ ജനന തീയതി മറ്റൊന്നാണെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഇതോടെ ഈ വിവാഹത്തെ അനുകൂലിച്ച പ്രാദേശിക CPM നേതൃത്വവും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഫർമാൻ ഖാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടെങ്കിലും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടി താൽക്കാലികം മാത്രമാണ്. ബാലപീഡനം തെളിഞ്ഞാൽ അത് ബലാത്സംഗ കേസായും പോക്സോ കേസായി മാറും. അങ്ങനെയെങ്കിൽ പ്രതിക്ക് അഭയം നൽകിയവരും ഒളിവിൽ താമസിക്കാൻ സൗകര്യമൊരുക്കിയവരും കുറ്റകൃത്യത്തിൽ പങ്കാളികളാകും. ഇത് ഉദ്യോഗസ്ഥ ദമ്പതികൾക്കും തിരിച്ചടിയാകും. ചുരുക്കത്തിൽ ഒരു രാഷ്ട്രീയ മാതൃക എന്ന നിലയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച അരുമാനൂർ വിവാഹം ഇപ്പോൾ വലിയൊരു നിയമക്കുരുക്കായി മാറിയിരിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരലംഘനവും ഇതിനിടയിൽ ചർച്ചയാവുന്നുണ്ട്. കിഴക്കേക്കോട്ടയിൽ നിന്നും ഇവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയോ എന്നത് CCTVയിലൂടെ കണ്ടെത്താനാകും. അങ്ങനെ വന്നാൽ നടപടികളും വേണ്ടിവരും.